സാന്ത്വനത്തിലെ ബാലേട്ടനായി എത്തുന്നതിനു മുൻപ് തന്നെ മലയാളികൾക്ക് പരിചിതനാണ് രാജീവ് പരമേശ്വർ. സാന്ത്വനത്തിലെ ബാലേട്ടൻ എന്ന കഥാപാത്രത്തിന് ഏറെ ആരാധകരുണ്ട്. സൂപ്പർ ഹിറ്റായിരുന്ന സീരിയൽ അവസാനിച്ചിരുന്നു. സാന്ത്വനം 2 സംപ്രേക്ഷണം ആരംഭിക്കുകയും ചെയ്തു. സാന്ത്വനം 2 വരുന്നെന്ന് പറഞ്ഞപ്പോൾ ആരാധകർ കരുതിയത് സാന്ത്വനത്തിൽ അഭിനയിച്ചവർ തന്നെയാണ് സാന്ത്വനം 2ലും എത്തുന്നത് എന്നായിരുന്നു. പക്ഷേ സാന്ത്വനത്തിലെ ആരും സാന്ത്വനം 2ൽ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് സാന്ത്വനം 2ൽ അഭിനയിക്കാതിരുന്നത് എന്നതിന് മറുപടി പറയുകയാണ് രാജീവ്. സാന്ത്വനം നേരത്തെ തന്നെ തമിഴിൽ പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന പേരിൽ നടക്കുന്ന പരമ്പരയാണ്. അവിടെയും ഇതുപോലെ സൂപ്പർ ഹിറ്റായിരുന്നു സീസൺ 1. സീസൺ 2 വന്നപ്പോൾ കുറെ ആർട്ടിസ്റ്റുകളെയൊക്കെ മാറ്റി വേറൊരു കഥ ചെയ്തു. അതിൽ എന്റെ ക്യാരക്ടറും ചിപ്പിയുടെ ക്യാരക്ടറുമുണ്ട്. അത് മലയാളത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് ഏട്ടനൊക്കെ വേറെ തിരക്കുകൾ ഉള്ളതിനാൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ചിപ്പി ഒരു ദിവസം ഞങ്ങളെ എല്ലാം വിളിച്ചു. സാന്ത്വനം 2 തുടങ്ങാൻ പ്ലാനുണ്ട്. ഞങ്ങളില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. ഒരുവിധം എല്ലാവരും ഇല്ല എന്നാണ് പറഞ്ഞത് എന്ന് രാജീവ്. ആ ഒരു കഥ അങ്ങനത്തെ കഥയല്ല. ഞങ്ങള് വയസ്സായി മക്കള് വലുതായിട്ടുള്ള കഥയാണ്. വയസ്സായ കഥാപാത്രം ചെയ്യാനൊക്കെ നല്ലതാണ്. അതിന് ഇനിയും സമയമുണ്ട്. ഇപ്പോൾ സാന്ത്വനം എന്ന് പറയുന്നത് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവർക്ക് അതിലുള്ള ക്യാരക്ടർ രസമുള്ള ക്യാരക്ടറാണ്. ഇത് അങ്ങനല്ല, കുട്ടികളുടെ മക്കളുടെ കഥയാണ് പറയുന്നത്. നമ്മൾ ഉണ്ടെന്നേയുള്ളൂ. ഇതിൽ നിന്ന് കിട്ടിയ സ്വീകാര്യത പോകണ്ടാന്ന് വെച്ചു. ഞങ്ങൾക്ക് എന്തായാലും പറ്റില്ലെന്ന് പറഞ്ഞു. തമിഴിലെ കഥ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് രാജീവ് പറഞ്ഞു.